അപ്പോൾ കൂട്ടുകാരെ, ടെക്സാൻഗസ് യൂട്യൂബ് ചാനൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 പേരെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത 5 പേരെ നമുക്ക് പ്രഖ്യാപിക്കാം. ഒന്നാമതായിട്ട് ആത്മിക AS, രണ്ടാമത് ഫൈഹ മെർഹിൻ P, മൂന്നാമതായിട്ടുള്ളത് കേശവ് നന്ദൻ, നാലാമതായിട്ടുള്ളത് ഫാദിൽ, അഞ്ചാമത്തെ വിദ്യാർത്ഥി ലിനിയ. എല്ലാവർക്കും അഭിനന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ടും ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ കൂട്ടുകാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വേഗത്തിൽ തന്നെ ഉത്തരം അറിയിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5-ന്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം അസർബൈജാൻ. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക സന്ദേശം എന്താണ്? ഉത്തരം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി. 2025 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ദക്ഷിണ കൊറിയ. 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന്? ഉത്തരം 1974 ജൂൺ 5-ന്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം. മലയാളത്തിലെ പ്രശസ്ത കവയത്രിയായ പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം സുഗതകുമാരി ടീച്ചർ. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ വച്ചായിരുന്നു? ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ വച്ച്. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായ സുവോളജിക്കൽ ക്ലബ്ബ് 1972 സ്ഥാപിച്ചത് ആര്? ഉത്തരം ജോൺ C. ജേക്കബ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം? ഉത്തരം നമ്മുടെ നാട് നമ്മുടെ ഭാവി. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം റേച്ചൽ കഴ്സൺ.
ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം ലോകത്ത് ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ഉത്തരം ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് 2 രീതിയിൽ ഉത്തരങ്ങൾ പറയപ്പെടുന്നുണ്ട്. പല ബുക്കുകളിലും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് ഇനി ഒരു സംശയം പോലും ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ കേട്ട് നോക്കൂ. ആദ്യമായി ഭരണഘടനാ ഭേദഗതിയിലൂടെ പരിസ്ഥിതി നിയമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം സ്വിറ്റ്സർലൻഡാണ്. മാത്രമല്ല 1971 എന്നാൽ പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന ഭരണഘടനാ തത്വമായി ഉൾപ്പെടുത്തി പുതിയ ഭരണഘടന നിർമ്മിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ മാത്രം 1975 ഗ്രീസ് എന്ന രാജ്യമാണെന്ന് കൂടി കൂട്ടുകാർ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുക. അത് അങ്ങനെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ കൂടി ശ്രദ്ധിക്കുക. 16ാമത്തെ ചോദ്യം. ലോക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂജിൻ പി ഓഡം. ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന ആശയത്തിന് അടിത്തറയിട്ട അമേരിക്കൻ ജീവശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ രാംദേവ് മിശ്ര. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. അമേരിക്കൻ മറൈൻ ജീവശാസ്ത്രജ്ഞനായ റേച്ചൽ കഴ്സണാണ് ഇത് രചിച്ചത്. 1962 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കീടനാശിനികളുടെ അമിത ഉപയോഗം പ്രകൃതിക്കും മനുഷ്യനും വരുത്തുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഈ ഗ്രന്ഥം വലിയ പങ്കാണ് വഹിച്ചത് എന്നുകൂടി ഈ നിമിഷത്തിൽ മനസ്സിലാക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1952. പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനായി 1988 ഡിസംബറിലാണ് നവീകരിച്ച 2ാമത്തെ വനനയം നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. സംരക്ഷിത ജൈവമണ്ഡലം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത് ജൈവമണ്ഡലം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരോടുകൂടി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.